അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി വഅലാ ആലിഹി. യാ സ്വാഹിബൽ വഖ്തി അഖ്തുബു ബിക്കും നിയാബത്തൻ അൻകും വഅളഉ ജബ്ഹതി തഹത ഖദമൈക്കും. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി വഅലാ ആലിഹി. ബഹുമാനികളെ, അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ വിരോധികളായ കുരുവട്ടൂരികൾ, കള്ളത്വരീഖത്തിൻ്റെ വക്താക്കൾ നമ്മുടെ കേരളത്തിൽ 10-13 വർഷമായി അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആശയത്തെ വികൃതമാക്കി ഇസ്ലാമിക പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രാമാണികമായ ഗണനങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെട്ട പോയ കുരുവട്ടൂരികൾ, ഈ കള്ളത്വരീഖത്തുകാർ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ മുമ്പിൽ പൂർണ്ണ പരാജിതരായിരിക്കുകയാണ്. പ്രമാണങ്ങൾ മുഴുവനും കൈവിട്ടു എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. വിശദമായിട്ട് ഞാൻ ആ വിഷയം പറയുന്നില്ല. പലപ്പോഴും നമ്മളത് തെളിയിച്ചതാണ്. ഇവർ മഹാന്മാരുടെ കിതാബ് മറിച്ച് വായിച്ച് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തപ്പോൾ അതിൻ്റെ വസ്തുത വ്യക്തമായി അത് പറയുന്നത് മുഴുവനും കളവും വഞ്ചനയുമാണ് എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്തായിരുന്നു? മഹാന്മാരായ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ തദ്ബീറുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. ഫൽ മുദബ്ബിറാത്തി അംറ, പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത്. ആ ഖുർആനിൻ്റെ സൂക്തപ്രകാരം അള്ളാഹു അവൻ്റെ ഔലിയാക്കൾ, അമ്പിയാക്കൾക്ക് പ്രപഞ്ചത്തിൽ തദ്ബീർ നൽകുന്നുണ്ട് എന്നത് അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ഇമാമുകൾ കൃത്യമായി വിശദീകരിച്ചതാണ്. എന്നാൽ ആ തദ്ബീറിനെ സംബന്ധിച്ച് എന്താണ് അതിൻ്റെ വ്യാഖ്യാനമെന്നത് ഇമാമുകൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തദ്ബീറിനെ പൂർണ്ണമായും നിഷേധിച്ചു വഹാബികൾ. എന്നാൽ കള്ളത്വരീഖത്തുകാരായ മറ്റൊരു വഹാബികളുണ്ട്. അവർ ചെയ്തതോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അർഹതപ്പെട്ട തദ്ബീറിൻ്റെ സ്ഥാനത്തേക്ക് മഹാന്മാരുടെ തദ്ബീറുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പരിഹസിക്കുന്നു. CM വലിയുല്ലാഹി തങ്ങളെ പരിഹസിക്കുന്നു. അത് ചോദ്യം ചെയ്തു. നമ്മൾ വ്യക്തമായി ഇസ്ലാമിക പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്തു. അവിടെ ഈ കക്ഷികൾ മുഴുവനും കുടുങ്ങിപ്പോയി. എന്തായിരുന്നു ഇവരിവിടെ വായിച്ചിരുന്നത്? മഹാന്മാരായ ഇമാമുകൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ തദ്ബീർ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ധാരാളം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. മഹാന്മാരായ ഔലിയാക്കൾക്ക് അല്ലാഹു തആല കൊടുത്ത തദ്ബീറിൻ്റെ പരിധി എത്രയാണ്? നമുക്കത് പറയാൻ കഴിയില്ല. അല്ലാഹു തആല ധാരാളം അവർക്ക് കൊടുക്കും. വയർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത രൂപത്തിൽ അല്ലാഹു തആല അവർക്ക് ധാരാളം കൊടുക്കും. ആ കൊടുതിയുടെ വൈപുല്യം അറിയിക്കാൻ വേണ്ടി മഹാന്മാരായ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ കിതാബ് എഴുതിയപ്പോൾ അതിന് പല രൂപത്തിൽ അതിനെ അവരെ ആഖ്യാനിച്ചിട്ടുണ്ട്. മിൻ അർഷിഹി ഇലാ ഫർഷിഹി എന്ന് ചില സ്ഥലങ്ങളിൽ പറഞ്ഞു, ജമീഉൽ ആലം എന്ന് ചില സ്ഥലങ്ങളിൽ പറഞ്ഞു, അതുപോലെ തന്നെ ബി അസ്രിഹി എന്ന് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു. ഇതെല്ലാം അതിൻ്റെ അർത്ഥം അവർക്ക് ധാരാളം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ആകാശത്തും ഭൂമിയിലും അള്ളാഹു ഉദ്ദേശിക്കുന്ന എവിടെയും അള്ളാഹു ഉദ്ദേശിക്കുന്ന എന്തും നൽകും എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ വിശദീകരിച്ചു. എന്നാൽ ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാർ പറഞ്ഞിരുന്നത് എന്താണ്? അല്ലല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അർഹതപ്പെട്ട അവകാശപ്പെട്ട തദ്ബീറുൽ ആലം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ അള്ളാഹു അല്ലാത്ത എന്തെല്ലാമുണ്ടോ അതിൻ്റെയൊക്കെയും മുഴുവൻ തദ്ബീർ ആനം ഫആനൻ അനുനിമിഷം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇവിടെ മഹാന്മാരുടെ പേരിൽ പച്ചക്കളവ് പറഞ്ഞു. അത് അള്ളാഹുവിൻ്റെ മാത്രം ഖാസ്വാണ് എന്ന് ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു ശറഹുൽ മഖാസിദിൽ പറഞ്ഞത് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരെടുത്ത് വായിച്ചപ്പോൾ ആ പണ്ഡിതന്മാരെ ചീത്ത പറയുകയായിരുന്നില്ലേ മൗലവി ചെയ്തത്? കാമിലായ തദ്ബീർ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്.
തദ്ബീർ എന്ന് പറയുമ്പോൾ എന്താണ്? അത് നമ്മൾ വിശദീകരിച്ചു, പലപ്പോഴും വിശദീകരിച്ചു. വസ്തുക്കളെ സൃഷ്ടിക്കുക, ആ സൃഷ്ടിച്ചതിന് ശേഷം അവയുടെ സബബുമായി ബന്ധിപ്പിക്കുക, ഉപകാരമുള്ളതിൻ്റെ ഉപകാരം അതിലേക്ക് ചേർക്കുക, ഉപദ്രവകാരികളാണെങ്കിൽ ആ ഉപദ്രവത്തെ അതിലേക്ക് ചേർക്കുക. ഇങ്ങനെ ഓരോന്നിനെയും പരസ്പരം റബ്ബത്ത് ചെയ്ത് ബന്ധിപ്പിച്ച് അങ്ങനെ അതിനെ തദ്ബീർ നിയന്ത്രിച്ചു കൊണ്ടുപോവുക അനുനിമിഷം ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമാണിത്. ഇത് അല്ലാഹു തആലക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഖൽഖ് എന്നത് അല്ലാഹു തആല മറ്റൊരാൾക്കും കൊടുത്തിട്ടില്ലാത്ത ഒന്നാണ്. പിന്നെങ്ങനെയാണ് കാമിലായ തദ്ബീർ ഒരു വലിയനുണ്ട് എന്ന് പറയാം? അപ്പം മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പരിഹസിക്കുന്നതിന് വേണ്ടി ഈ മൗലവിമാർ പറയുന്ന പച്ചക്കളവുകളാണിത്. അപ്പം തദ്ബീറുമായി ബന്ധപ്പെട്ട ഈ ചർച്ചയുടെ പോയിന്റ് എന്ന് പറയുന്നത്, മഹാന്മാരായ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ കിതാബ് എഴുതിയപ്പോൾ അതിൽ തദ്ബീർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ തദ്ബീറിൻ്റെ വ്യാപ്തി പറയാൻ വേണ്ടി പല പ്രയോഗങ്ങളും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അത് കാമിലായ തദ്ബീർ എന്നല്ല. അവിടെയാണ് നമ്മുടെ ചർച്ച കിടക്കുന്നത്. മഹാന്മാർക്ക് നൽകപ്പെട്ട തദ്ബീർ കാമിലായ തദ്ബീറാണോ അല്ലേ, അലൽ കമാലാണോ അല്ലേ എന്നതാണ് നമ്മുടെ ചർച്ച. അലൽ കമാലാണ് എന്ന് ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാർ പച്ചക്കള്ളം പറഞ്ഞു. എന്നാൽ മഹാന്മാർ കിതാബിൽ എഴുതി വളരെ വ്യക്തമായി പഠിപ്പിച്ചു, അലൽ കമാലിലുള്ള തദ്ബീർ അത് അല്ലാഹു തആലയുടേത് മാത്രമാണ്. അത് നൗഷാദിന്റെ പറയട്ടെ. ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് അവർക്ക് അതിൻ്റെ പ്രത്യേകമായ അളവുകളുണ്ട്. നാട്, അതുപോലെ തന്നെ ആ ഖറിയ, ഇഖ്ലീം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയ ജില്ലയും പഞ്ചായത്തും അല്ലത്. ഔലിയാക്കൾക്ക്, മശായിഖന്മാർക്ക് അതിൻ്റെതായ നിയന്ത്രണ രേഖകളുണ്ട്, പരിധികളുണ്ട്. കണ്ടില്ലേ? അപ്പൊ ഇത് നൗഷാദ് ആദ്യം പറഞ്ഞതാണ്. എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഔലിയാക്കൾക്ക്, മശായിഖന്മാർക്ക് ഈ തദ്ബീറിനെ കാമിലായ തദ്ബീർ അള്ളാഹുവിൻ്റേത് മാത്രമാണ് എന്ന് നമ്മൾ വിശദീകരിച്ച് വന്നപ്പോൾ അവസാനം ഇവന്മാർ പറഞ്ഞു, അത് ഖാസുൽ ഖാസായ ഔലിയാക്കളുണ്ടാവും, പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാർ എന്ന് പറയുന്ന മശായിഖന്മാർ എന്ന് പറയുന്ന ഗണത്തിൽ വരുന്നവർ, അവർക്കാണ് പൂർണ്ണമായ തദ്ബീർ അള്ളാഹുവിൻ്റേത് എങ്ങനെയാണോ അങ്ങനെയുള്ള തദ്ബീർ അത് ഇവർക്ക് മാത്രമാണ് എന്ന് പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചു. കാരണം എന്താണെന്നറിയോ? ഇത് ഇവൻ തന്നെ നേരത്തെ പറഞ്ഞു, ഔലിയാക്കൾക്ക് അവരുടേതായ പരിധിയുണ്ട്, അല്ലാഹു തആല നിശ്ചയിക്കുന്ന പരിധിയുണ്ട് എന്ന് നൗഷാദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പറഞ്ഞത് വിഴുങ്ങി. കാരണം ഇതാണല്ലോ, അടിക്കടി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നലെ പറഞ്ഞത് കൊണ്ടുവന്ന് നൗഷാദിനോട് കാണിച്ചു കൊടുത്താൽ പറയും, അത് അപ്ഡേറ്റ് ചെയ്തു, അത് മശായിഖന്മാരുടെ നിർദ്ദേശം കിട്ടി, ഞാനത് മാറ്റി. മാറ്റാനൊരു മടിയില്ല. എന്നാൽ ഈ മൗലവി ഇപ്പോൾ പറയുന്ന വാദം എന്താണ്? ഇപ്പോൾ പറയുന്ന വാദം അങ്ങനെ ഒരു പരിധിയില്ല. നൗഷാദിന്റെ പറയട്ടെ. കാമിലായ തദ്ബീറും അതുപോലെ തന്നെ അപൂർണമായ പരിധി വെച്ചുകൊണ്ടുള്ള തദ്ബീർ അതല്ല ഔലിയാക്കൾക്കുള്ളത്. കാമിലായി ഫീമാ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളിലും അവർക്ക് തദ്ബീറുണ്ട്. കണ്ടില്ലേ? ഇപ്പോഴുള്ള പുതിയ വാദം ഇതാണ് ഇപ്പൊ മൗലവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാമിലായ അലൽ കമാൽ ഉള്ള തദ്ബീർ അത് ഔലിയാക്കൾക്കുണ്ട് എന്നാണ് പറയുന്നത്. അത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വാദമല്ല. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയം അലൽ കമാലിലുള്ള തദ്ബീർ അള്ളാഹുവിൻ്റെ മാത്രം അവകാശമാണ് എന്ന് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാനത് പലപ്പോഴും വായിച്ചിട്ടുണ്ട്. എന്നാൽ ഔലിയാക്കൾ അവരുടെ കിതാബിൽ എഴുതി വെച്ച വാചകത്തിൻ്റെ അർത്ഥം അവർക്ക് നൽകപ്പെട്ട തദ്ബീറിൻ്റെ വ്യാപ്തിയാണ് എന്ന് പലപ്പോഴും നമ്മൾ വിശദീകരിച്ചു. നോക്ക് നിങ്ങൾ, മഹാന്മാരുടെ തദ്ബീറിനെ സംബന്ധിച്ച് വ്യക്തമായി ഇമാമുകൾ എഴുതി വച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ സ്ക്രീനിൽ കണ്ടോളൂ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് നൽകപ്പെട്ട തദ്ബീറിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു അവിടത്തെ ഒരു ചോദ്യം എടുത്തു കൊടുക്കുകയാണ്. ഫഖുൽതു ലഹു, ഞാൻ എൻ്റെ ശൈഖിനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഫഹൽ ഊതിയ അഹദുൻ തസറുഫ ഫീ ജമീഇൽ ആലം അലൽ കമാൽ, ഏതെങ്കിലും ഒരു മഹാന് തസറുഫ്, അതെ അലൽ കമാൽ പൂർണാർത്ഥത്തിലുള്ള തസറുഫ് ഏതെങ്കിലും ഒരു മഹാന് നൽകപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ എൻ്റെ ശൈഖിനോട് ചോദിച്ചു.
അപ്പോൾ ഫഖാല റളിയല്ലാഹു അൻഹു, അപ്പോൾ എൻ്റെ ഷെയ്ഖ് എന്നോട് പറഞ്ഞതില്ല, അങ്ങനെ ഒരിക്കലും ഉണ്ടാവുകയില്ല, അത് മുഹാലായ സംഗതിയാണ്, അത് അള്ളാഹുവിൻ്റെ മാത്രം ഖാസാണ്. ദാലിക മിൻ ഖസ്വാഇസുൽ ഹഖി, അത് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. നോക്കൂ നിങ്ങൾ, എത്ര വ്യക്തമാണ്. കിതാബ് ഏതാണ്? പേര് ഞാൻ പറയുന്നില്ല നൗഷാദേ, കിതാബിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. പഠിക്കണമെങ്കിൽ ചോദിക്കൂ, അപ്പോൾ പറയും ഇൻഷാ അല്ലാഹ്. കിതാബിൻ്റെ ഇബാറത്ത് കണ്ടോളൂ. ഇത് ഞാൻ എത്ര തവണ വായിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, എന്നിട്ടും മനസ്സിലാകുന്നില്ലേ? ഖൽബിലേക്ക് ഇൽമ് കയറുന്നില്ലേ? അതേ, വനൂറുല്ലാഹി ലാ യുഅ്താ ലിഅസീ, അല്ലാഹുവിൻ്റെ ഇൽമ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നൂറാണ്. തെറ്റ് ചെയ്ത് അള്ളാഹുവിൻ്റെ മഹാന്മാരെ പരിഹസിച്ച്, അതേ പണ്ഡിതന്മാരെ പരിഹസിച്ച് നിരന്തരം കളവുകൾ പറഞ്ഞ് നടക്കുന്ന നൗഷാദ് മൗലവി, താങ്കളുടെ ഖൽബിലേക്ക് ഇൽമാകുന്ന നൂറ് കടക്കുന്നില്ല. എത്ര വ്യക്തമായ ഇമാമുകൾ പഠിപ്പിച്ചത്. ഏതെങ്കിലും ഒരു മഹാൻ ഈ നൗഷാദ് മൗലവി പറയുന്ന അർത്ഥത്തിലുള്ള അലൽ കമാൽ എന്ന അർത്ഥത്തിലുള്ള തസറുഫ് നൽകപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മറുപടി ഇല്ല, ഒരിക്കലുമില്ല. ദാലിക മിൻ ഖസ്വാഇസുൽ ഹഖി, അത് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇമാമുകൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അപ്പോൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ഇമാമുകൾ പഠിപ്പിച്ച സുന്നത്തി ജമാഅത്തിൻ്റെ അഖീദക്കെതിരായ വ്യാജമായ അഖീദകളാണ്, വ്യാജമായ വിശ്വാസങ്ങളാണ് ഈ നൗഷാദ് മൗലവി കൊല്ലങ്ങളായി പറയുന്നത്. അത് തന്നെയാ നമ്മൾ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട്, മഹാന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ നിരന്തരം സമർത്ഥിച്ചിട്ടുമുള്ളത്, അല്ലേ? എത്ര വ്യക്തമായി ഇമാമുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുല്ലി എന്ന വാചകം കാണുമ്പോഴേക്ക്, ജമീഅ എന്ന വാചകം കാണുമ്പോഴേക്ക് അത് ഒട്ടാകെ എന്നൊരർത്ഥം അതിന് പറയാൻ പാടില്ല എന്ന് പലപ്പോഴും ഞാൻ നഹവിൻ്റെയും അതുപോലെ ഭാഷയുടെയും ഒക്കെ നിയമങ്ങൾ പറഞ്ഞുകൊണ്ട് നൗഷാദിനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ പ്രമാണങ്ങൾ പൂർണ്ണമായും കൈവിട്ടുപോയ ഈ മൗലവിമാര് ഇപ്പം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഇപ്പം ചെയ്യുന്നത് കിതാബുകളൊന്നും ഉദ്ധരിച്ച് ഇവരുടെ ഈ വിദണ്ഡവാദം പറയാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇപ്പം മൗലവിമാരുടെ പണി പച്ച കളവുകൾ പറയാം. ഒരു നാണവുമില്ലാതെ കളവുകൾ പറയാം, എന്നിട്ട് സ്വയം പരിഹാസ്യരാവാം. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ കാര്യമായി പറയുന്ന ഒരു സംഗതിയുണ്ട്. എന്താണത്? മർക്കസിൽ ഒരു തബ്ലീഗിൻ്റെ ആശയമുള്ള ഒരാൾ വന്നു. അതാണ് ഇപ്പോൾ കാര്യമായ സ്ഥലങ്ങളിൽ എല്ലായിടത്തും പ്രസംഗിച്ചു വരുന്നത്. അത് കേട്ടാൽ വിചാരിക്കും അത് ഇന്നലെയോ മിനിയാന്നോ നമ്മൾ ക്ഷണിച്ചു കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചതാണ്. ഒരിക്കലുമല്ല, ഇത് വർഷങ്ങൾക്ക് മുമ്പ് മർക്കസിൽ സംഭവിച്ച ഒരു കാര്യമാണ്. എന്തേ അന്ന് പറയാതിരുന്നത്? അന്ന് പറയാതിരിക്കാൻ ഒരു കാരണമുണ്ട്. എന്താണത്? നൗഷാദിൻ്റെ ഈ നിറം മാറൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. ആദ്യം ഇ കെ സമസ്തയിലേക്ക് പോയി, ഇവിടെ സ്ഥാനമൊന്നും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ, ഇവിടുത്തത് പോരാന്ന് കണ്ടപ്പോൾ അവിടെ അതിനേക്കാൾ കൂടുതൽ കിട്ടുമെന്ന് തോന്നിയപ്പോൾ ആണ്ടുപോയി. അവിടെ നോക്കുമ്പോൾ അവിടെ ഒന്നും വിചാരിച്ചമാർക്ക് നടക്കുന്നില്ല. അപ്പം ഇങ്ങോട്ടേനെ വന്നു. ഇവിടേക്ക് വന്നാൽ പിന്നെ സ്ഥാനം ആട് കൊടുക്കും. നമ്മൾ ഇവിടെ ആളില്ലാത്ത തികയാതെ ഇങ്ങനെ കാത്തിരിക്കുകയാണോ? അല്ല. അപ്പം ഇവിടെയും നിൽക്കാൻ പറ്റൂല എന്ന് തോന്നിയപ്പോൾ പിന്നെ മൂപ്പരിങ്ങനെ ഫത്രത്തിൻ്റെ ഹാലിലായിരുന്നു കുറേ കാലം. അങ്ങനെയാണ് കുരുവട്ടൂരിസത്തിലേക്ക് ചേക്കേറുന്നത്. ആ മൗലവി കുരുവട്ടൂരിസത്തിൽ ചെന്ന് ആദ്യഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ, ഷെയ്ഖുന ഉസ്താദ് അവരുടെ ആളായിട്ട് ചമഞ്ഞ് നടന്നിരുന്നു കുറേ കാലം. ഉസ്താദിനെ സംബന്ധിച്ച് സുൽത്താനുൽ ഉലമ എന്ന് പറഞ്ഞ് ഷെയ്ഖുന എന്ന് കൂട്ടി വിളിച്ച് എന്നൊക്കെ ഉസ്താദിൻ്റെ ആളാണ് ഞങ്ങൾ എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെയും പൊന്മുള ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങളെ നിശിതമായി വിമർശിച്ച് ഞങ്ങളാണ് കാന്തപുര ഉസ്താദിൻ്റെ ആൾക്കാർ എന്ന് പറഞ്ഞ് ഉസ്താദിൻ്റെ ആളുകളായി ചമഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. നൗഷാദിനെ അറിയാത്തതുകൊണ്ടല്ല. അപ്പോൾ അന്ന് നൗഷാദ് മിണ്ടിയില്ല, കാരണം ഉസ്താദിൻ്റെ ആളായിട്ട് ചമയല്ലേ. അപ്പോൾ പിന്നെ മർക്കസിനെതിരെ പറയാൻ കഴിയൂലല്ലോ എന്നതുകൊണ്ട് മൂപ്പര്
ആ ഒരു കാർഡ് ചെലവായി നമ്മുടെ പ്രസ്ഥാനത്തെ നെടുകെ പിളർത്തി ഒരു ഭാഗത്തിൻ്റെ തലവനായി ഒരു ഭാഗത്ത് സീറ്റ് ഉറപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരും പ്രവർത്തകരും അവർ കുശാഗ്ര ബുദ്ധിശാലികളല്ലേ, താങ്കളെപ്പോലുള്ള മുഴുവൻ ഫാസിഖീങ്ങളെയും എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. കൈകാര്യം ചെയ്യേണ്ട പോലെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അതുപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? പ്രാസ്ഥാനികമായി നിർത്തേണ്ടിടത്ത് നിർത്തുകയും അതുപോലെ നിലപാടെടുക്കേണ്ടിടത്ത് കൃത്യമായ നിലപാടെടുക്കുകയും ചെയ്യുക എന്നതാണ് കൈകാര്യം ചെയ്യുക എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാർഡുകളൊന്നും അവിടെ ചിലവാകൂല എന്ന് ബോധ്യപ്പെട്ടു മൗലവി. അപ്പോൾ പിന്നെ ഉസ്താദിനെ ചീത്ത പറഞ്ഞു. ഇപ്പോൾ ഉസ്താദിനെ ചീത്ത പറയല്ലേ? ആ സമയത്ത് ഉസ്താദിനെ ചീത്ത പറയുമ്പോൾ ഇപ്പൊ പൊടി തട്ടി കൊണ്ടുവരികയാണ് മൗലവി. ഇതൊക്കെ അഹ്ലുസുന്ന വൽ ജമാഅത്തിനെതിരെ ഈ പ്രബുദ്ധരായ കേരള ജനതയ്ക്ക് മുമ്പിൽ പറഞ്ഞാൽ താങ്കൾക്ക് നിലനിൽപ്പുണ്ടാകുമെന്ന് ധരിച്ചുപോയോ മൗലവി? എന്താണ് അവിടെ സംഭവിച്ചത്? പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. എന്താണ് മർക്കസു സഖാഫത്തി സുന്നിയ എന്ന് പറഞ്ഞാൽ? ഒരു ദിവസമെങ്കിലും മർക്കസിൽ വന്നവർക്കറിയാം, ആയിരക്കണക്കിന് അതിഥികൾ ഓരോ ദിവസവും കയറി വരുന്ന നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് മർക്കസു സഖാഫത്തി സുന്നിയ. അപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞ് ഒരു സംഘം മർക്കസിലേക്ക് കയറി വരുന്നു. ഷെയ്ഖുനയെ കാണണമെന്ന് ആഗ്രഹം പറയുന്നു. ആ സമയത്ത് ഉസ്താദ് മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സംഘത്തിലുള്ളവർ പറഞ്ഞു, അത് നമ്മുടെ കേരളക്കാരല്ല, അവരാരും കൂടെ കൂട്ടിക്കൊണ്ടുവന്നതുമല്ല, അവരൊരു സംഘമായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ആ സംഘത്തിലുള്ളവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് എന്ന് പറഞ്ഞ് അവർ പരിചയപ്പെടുത്തി. ആ സമയത്ത് അദ്ദേഹത്തെ ഉത്തരേന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് എന്ന നിലക്ക് അദ്ദേഹത്തെ പരിഗണിച്ചു, 2 വാക്ക് സംസാരിക്കാനുള്ള അവസരവും കൊടുത്തു. പിന്നെയാണ് മനസ്സിലാകുന്നത് അദ്ദേഹം ആരാണ്, തബ്ലീഗ് ജമാഅത്തിൻ്റെ ആശയമുള്ള ആളാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഒരു മടിയുണ്ടായിട്ടില്ല. നമ്മളിവിടെ വന്ന് പ്രസംഗിപ്പിച്ച ആളാണ്, നമ്മളടുത്ത് ഇരുത്തിയ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ പോയില്ല. തബ്ലീഗ് ജമാഅത്തിൻ്റെ ആളാണെങ്കിൽ ആ ആശയവുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നത് തെറ്റാണ്, അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആശയമാണ് നമ്മുടേത് എന്ന് വ്യക്തമായി പറഞ്ഞ് ഉറുദുവിൽ മർക്കസു സഖാഫത്തി സുന്നിയുടെ ഔദ്യോഗികമായ വിശദീകരണക്കുറിപ്പ് അദ്ദേഹത്തിന് കൊടുത്തയച്ചു. അതുപോലെ തന്നെ ഉറുദുക്കാരായ മുഴുവൻ ആളുകളെയും ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ അങ്ങനെ ഒരു കത്ത് അന്ന് തന്നെ മർക്കസു സഖാഫത്തി സുന്നിയ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തമാണ് കാര്യം അല്ലേ? അള്ളാഹുവിൻ്റെ ഖദർ സംഭവിക്കൂലേ? അള്ളാഹുവിൻ്റെ ഖദർ ഖദാ അനുസരിച്ചല്ലേ നടക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ആശയത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെ ഒരു കാര്യം, ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയം കൃത്യമായി പറഞ്ഞ് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന ഒരു ആശയവുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ആദർശപരമായി ഞങ്ങളവരെ ഗണ്ണിക്കുകയും അത് തെറ്റായ ആശയവുമാണ് എന്ന് പറഞ്ഞ് വളരെ കൃത്യമായി മർക്കസു സഖാഫത്തി സുന്നിയ ഉറുദുവിൽ വിശദീകരണ കുറിപ്പിറക്കി ഔദ്യോഗികമായി ഇറക്കിയിട്ടുണ്ട് അല്ലേ? അത് പിന്നെയും പൊക്കിപ്പിടിച്ചു വന്ന് പറയാൻ നാണമില്ലല്ലോ മൗലവി. അള്ളാഹുവിൻ്റെ ഖദാ അനുസരിച്ച് നടക്കൂലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് പറയുന്നു, ഞങ്ങളുടെ നാട്ടുകാർ മുഴുവനും മുസ്ലിമായി, അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ഹാഫിളീങ്ങളായ കുറച്ച് ആളുകൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു വന്നു. അവർ പറയുന്നത് വിശ്വസിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള 10ഓളം സ്വഹാബത്തിനെ, പ്രഗത്ഭരായ സ്വഹാബത്തിനെ പറഞ്ഞയച്ചു കൊടുത്തു. വാസ്തവത്തിൽ അവർ വഞ്ചകരായിരുന്നു. ആ 10 സ്വഹാബികളെയും അവർ പിന്നീട് കൊണ്ടുപോയി കൊന്നുകളഞ്ഞു അല്ലേ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനെ പറഞ്ഞയച്ചു. അള്ളാഹുവിൻ്റെ ഖദർ ഖദാഇൽ അങ്ങനെയുണ്ട്, അത് സംഭവിച്ചു അല്ലേ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടി ആയുധം ഒളിപ്പിച്ചു വന്ന മക്കയിൽ നിന്നും വന്ന ആളെ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചില്ലേ, എന്നെ കാണാൻ വന്നതാണെങ്കിൽ എന്തിനാണ് ആയുധം? നിങ്ങൾ മക്കയിൽ വെച്ചുകൊണ്ട് കാബയുടെ ചാരത്ത് വേറെ ആരുമില്ലാതെ സംസാരിച്ചില്ലേ? ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറയാണ്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് ഈ സ്വഹാബത്തിനെ പറഞ്ഞയക്കുന്നത്. അള്ളാഹുവിൻ്റെ ഖദാഇൽ അങ്ങനെ സംഭവിക്കാനുണ്ട്, അത് സംഭവിച്ചു. അതിൽ മുസ്ലിമീങ്ങൾക്കാർക്കെങ്കിലും തർക്കമുണ്ടാവോ? ഇല്ല. അതുപോലെ മർക്കസിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. അത് വ്യക്തമായി ബോധ്യപ്പെട്ടപ്പോൾ ഒരു
പ്രശ്നവുമില്ലാതെ ഒരു സംശയവുമില്ലാതെ വളരെ വ്യക്തമായി ആ വന്നവർക്കും മറ്റു ഉറുദുക്കാരായ ആളുകൾക്കും ഇദ്ദേഹം മർക്കസിൽ വന്ന് പ്രസംഗിച്ച ആളാണ് എന്ന നിലയ്ക്ക് തെറ്റിദ്ധരിക്കണ്ട എന്ന നിലയ്ക്ക് നമ്മുടെ ആശയം വ്യക്തമാക്കി മർക്കസിൽ നിന്ന് വിശദീകരണക്കുറിപ്പ് ഉറുദു ഭാഷയിൽ വന്നിട്ടുണ്ട്. അതും പൊക്കിപ്പിടിച്ച് നടക്കാൻ മാത്രം ആശയ ദാരിദ്ര്യമാണല്ലോ നൗഷാദ് മൗലവി താങ്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? വേറൊന്നും പറയാനില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? വേറെ ഒന്നും പറയാനില്ല. എന്തെല്ലാം കൊണ്ടുവന്ന് നോക്കി. SYSന്റെ സമ്മേളനം പ്രശ്നവൽക്കരിക്കാൻ ശ്രമിച്ചു നോക്കി. ഞങ്ങളുടെ വിശദീകരണം വന്നതോടുകൂടി വായടഞ്ഞു. ബുദ്ധിയുള്ളവർക്ക് കാര്യം മനസ്സിലായി. അതുപോലെ തന്നെ ഇവിടെയുള്ള ബുദ്ധിയുള്ള ആളുകളുടെ മുമ്പിൽ നിങ്ങളുടെ ഈ പൊട്ടീസുകൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി മൗലവി ഇപ്പോൾ കാര്യമായി കൊണ്ടുവരുന്ന വേറൊരു കാര്യമുണ്ട്. എന്താണത്? ഒന്നുമില്ല ഇയാൾക്ക് പറയാനും. ഓരോ ദിവസവും 2-3 മണിക്കൂർ ഇങ്ങനെ സംസാരിക്കണം, എന്നാലേ കോമാട്ടുചാലിൽ അബ്ദുള്ള കൂലി കൊടുക്കുള്ളൂ. അബ്ദുള്ളാൻ്റെ കൂലിപ്പണിക്കാരാണല്ലോ. സദസ്സിൽ ഇരിക്കുന്നവർക്ക് ആ 4-5 ആളുകൾക്ക് ഇങ്ങനെ കേട്ടുകൊടുത്താൽ മതി. അവർക്കൊരു 5 മണിക്കൂർ ഇരുന്ന് കേട്ടുകൊടുക്കുമ്പോൾ അതിനുള്ള കൂലി കിട്ടും. ഇവർക്ക് ഈ 2-3 മണിക്കൂർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്ത് കളവും പറയാം, പക്ഷെ പറയണം, അപ്പോഴല്ലേ കൂലി കിട്ടുള്ളൂ. അതിനു വേണ്ടി ഒരു മേറ്ററുമില്ല, കിതാബുകളൊന്നും ഉദ്ധരിക്കാൻ കഴിയുന്നില്ല. അതൊക്കെ ഉദ്ധരിക്കുമ്പോൾ നമ്മൾ പിടിച്ചു, ശക്തമായ ഖണ്ഡനം വന്നു. അപ്പം പിന്നെ പറഞ്ഞു വന്ന ഒരു സംഗതിയാണ് എന്ത്? ഒരു മഹല്ലിൽ അവിടെയുള്ള പ്രാദേശികമായ ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടായി. ആ പ്രശ്നമുണ്ടാക്കിയ കൂട്ടത്തിൽ ഈ നൗഷാദ് മൗലവിയെ ഷാളണിയിച്ച് സ്വീകരിച്ച് ആദരിച്ച കള്ളത്തൊരീഖത്തുകാരുണ്ടായിരുന്നു. ആ കള്ളത്തൊരീഖത്തിൻ്റെ ആളാണ് ആ 2 ഖത്തീബന്മാരായി ഒരു മിമ്പറിൽ 2 പേര് ഖുത്ബയ്ക്ക് കയറിയ കൂട്ടത്തിൽ ഒന്നാരാണ്? നൗഷാദിനെ ആദരിച്ച ഒരു കള്ളത്തൊരീഖത്തുകാരനാണ്. അത് അവിടെ നടന്നു. അത് വെച്ചുകൊണ്ട് ഇവന് അതും സുന്നത്ത് ജമാഅത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള പരിപാടിയാണ്. വേറൊന്നുമില്ല. പിന്നെന്ത് ചെയ്യണം ഈ ജാഹിലി? പിന്നെന്താ ചെയ്യുക? കേൾക്കും നിങ്ങൾ? മിമ്പറിൽ തന്നെ ഒരു മിമ്പറിൽ 2 ഖത്തീബുള്ള കാലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തൊക്കെയാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള മുഴുവൻ സംഭവത്തിന്റെയും അടിസ്ഥാന കാരണം 1989 ഈ ഉസ്താദുമാരെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഈ രൂപത്തിലുള്ള തർക്കങ്ങളിലേക്ക് പോകുമായിരുന്നോ? അപ്പൊ 1989 സമസ്ത കേരള ജമിയത്തുൽ-ഉലമയുടെ അനിവാര്യമായ പുനഃസംഘടനയുണ്ടായപ്പോ അവിടെ സമസ്ത പുനഃസംഘടിപ്പിച്ചു. അതിൽ ചെറിയ സംശയവുമായി വന്ന താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളോട് CM വലിയുല്ലാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങളെടുത്ത തീരുമാനം ശരിയാണ്, അൻതാലൽ ഹഖി, സത്യത്തിൻ്റെ മേലിലാണ്, യാതൊരു പേടിയും വേണ്ട എന്ന് പറഞ്ഞത് ആരാണ്? CM വലിയുല്ലാഹി തങ്ങളാണ്. അപ്പോൾ ആ തീരുമാനം ശരിയായിരുന്നു എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചത് CM വലിയുല്ലാഹി തങ്ങളാണ്. ആ തീരുമാനമാണ് ഈ കാണുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് പറഞ്ഞുകൊണ്ട് CM വലിയുല്ലാഹി തങ്ങൾ അന്ന് പ്രഖ്യാപിച്ചത് ഏറ്റവും വലിയ വിഡ്ഢിത്തമായിരുന്നു എന്ന് പറയാണ് നൗഷാദ് മൗലവി. CM വലിയുല്ലാഹി തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളല്ലേ ഇവര്? അപ്പം അതുകൊണ്ട് CM വലിയുല്ലാഹി തങ്ങളുടെ വാക്കുകൾ എങ്ങനെയൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കാൻ കഴിയും, ആ രൂപത്തിലൊക്കെ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് നൗഷാദ് മൗലവി. അപ്പോൾ എന്താ പറഞ്ഞത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഒരു നാട്ടിലെ പ്രാദേശികമായ അവിടുത്തെ തർക്കമാണ്, 2 വിഭാഗം തമ്മിലുള്ള തർക്കം. അതും APEK എന്നീ സംഘടനകൾക്കുള്ള തർക്കമേ അല്ല, അത് അവിടെയുള്ള പ്രാദേശികമായ 2 കുടുംബങ്ങൾക്കിടയിലുള്ള തർക്കമാണ്. അതിൽ 2 പേര് ഒരു മിമ്പറിൽ ആ തർക്കത്തിൻ്റെ ഭാഗമായിട്ട് ഖുതുബയ്ക്ക് കയറി. അതിൽ ഒന്നാരാണ്? നൗഷാദിനെ സ്വീകരിച്ച് ആദരിക്കുന്ന ഈ നൗഷാദിൻ്റെ കള്ളത്തൊരീഖത്ത്, ആ കള്ളത്തൊരീഖത്ത് കോർഡിനേഷനിലെ ഒരു വിഭാഗമാണ് അതിൽപ്പെട്ട ഒരു കക്ഷികൾ. അപ്പം ആ പ്രശ്നത്തിൻ്റെ ഉത്തരവാദിത്തം ഈ കുരുവട്ടൂരുകളടക്കമുള്ള മുഴുവൻ കള്ളത്തൊരീഖത്തുകാർക്കുമാണ്. അത് സുന്നത്ത് ജമാഅത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് പരിഹാസ്യരാകുകയാണ് മൗലവിമാർ. അവിടെ ഖുതുബയ്ക്ക് നേതൃത്വം നൽകിയ ഈ പ്രശ്നങ്ങൾക്ക് കാരണക്കാരായ ആളുകൾ, അഥവാ ആ മിമ്പറിൽ കയറിയ 2-ൽ ഒരാൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കള്ളത്തൊരീഖത്തുകാരൻ, അയാൾക്ക് തന്നെ ഫോൺ ചെയ്ത് സംസാരിച്ചു. ആ ഫോൺ ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കി. ഞാൻ രാവിലെ വിളിച്ചിരുന്നു. അതിന് മറുപടി പറയുകയും ചെയ്തല്ലോ, അയാളല്ലേ?
അതെ. രാവിലെ വിളിച്ച ആൾക്ക് ഞാൻ നിസ്കരിക്കുന്നതിനിടയ്ക്ക് വിളിച്ചു. നമ്മള് മറ്റേ ഇത് മോല് തോന്നുന്നുണ്ടായിരുന്നു പള്ളിയിൽ. അല്ല ഉസ്താദ്, ഞാൻ ആ ആളല്ല, ഒരു സന്തോഷം കേട്ടിട്ട് വിളിച്ചതാ. എന്തോലോ ഉസ്താദ് പിന്നെ ഉഷാദാസിന്റെ അടുത്ത് വന്നിരുന്നു എന്നൊക്കെ. അപ്പൊ അത് കേട്ടിട്ട് വിളിച്ചാ. അപ്പൊ ആ സന്തോഷം അറിയിക്കാൻ വേണ്ടിട്ട് അവിടെ വെച്ചിട്ട് സ്വീകരണമൊക്കെ നൽകിയിരുന്നു. അതെ, ഞങ്ങൾ ആലുവക്കാരെല്ലാം സ്വീകരണം കൊടുത്തിരുന്നു മൂപ്പർക്ക്, നൗഷാദ് ഹസനിക്കല്ലേ? അതെ. അത്ര കാലായി ഇന്ന് മാത്രമല്ലല്ലോ, എന്റെ ജ്യേഷ്ഠനുള്ളപ്പോഴാണത്. എന്റെ ജ്യേഷ്ഠനുണ്ടല്ലോ, അറിയും, വൈസിക്ക മറ്റേ ഉസ്താദിനെ അറിയും, ഹസനിക്ക് അറിയും. എന്റെ ജ്യേഷ്ഠൻ 31 കൊല്ലം ഈ നാട്ടിലെ ഖാദിയായിരുന്നു, സയ്യിദ് അഹമ്മദ് കോയ തങ്ങള്. സയ്യിദ് അഹമ്മദ് കോയ തങ്ങളെന്ന് അറിയും. ആലുവിൽ തന്നെയാണ് മറവട്ടത്, അതിൽ തന്നെയാണ് മക്ബറ ഖബറട്ട് ഉള്ളത്. അന്തകളായിട്ട് ആ മൂപ്പര് ഉള്ള കാലത്താണ് അത്. ഈ സംഭവം നടന്നല്ലേ? അതേ വെള്ളിയാഴ്ച, കഴിഞ്ഞ വെള്ളിയാഴ്ച മെമ്പറിൽ ആദ്യം ഇസ്ലാമത്തെ മക്കളി മായച്ചാറ വിളിച്ചപ്പോ ഞാൻ വാള് കൊടുത്ത് കേറിയപ്പോഴാണ് ഇവർ ഒച്ചപ്പാട് തുടങ്ങി. പിന്നെ ഇവരെ കൂട്ടത്തിൽ ആൾക്കാർ വന്നു. ഞാൻ അങ്ങനെ ആക്കാൻ പാടില്ല, ഇങ്ങനെ ആക്കാൻ പാടില്ല, പിന്നെ ഒന്നും തള്ളുവായി. പിന്നെ 2 ആളെ കുത്തുപോകുന്നത് കണ്ടത് അതാണ്. ഇതില്ലാണ്ട് ഇത് AP ഖാദിയോ EK ഖാദിയോ ഫൗണ്ടേഷനോ ഒന്നുമല്ല. അപ്പൊ സംഗതി ഹസനിക്ക് പറഞ്ഞു മനസ്സിലായി, ഹസനിക്ക് അറിയും, ഹസനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സംഗതി ഇതും പറഞ്ഞു കൊടുത്തിട്ട് അസ്സലാമലൈക്കും പറയാ, ദുആ ചെയ്യാനും പറയുക. അദ്ദേഹം നമ്മളെ സ്വന്തം ആളാണ്. അതെ അതെ അതെ. അല്ല മൂപ്പര് ഏൽപ്പിക്കാരനൊന്നുമല്ല. APSന്റെ നമുക്ക് സപ്പോർട്ടൊന്നുമില്ല. അവര് ചെയ്യുന്ന ഗുരുമിനൊന്നും ഗുരുമാനൊന്നും നമ്മളില്ല. നമ്മള് നേരെ പോ. അതെ, മൂപ്പര് ഏൽപ്പിക്കാരനൊന്നുമില്ല. മൂപ്പര് കുന്നത്തേരി ശേഖിന്റെ മുരീദാണ്. പിന്നെ നമ്മക്ക് സ്വീകരണമൊക്കെ നൽകിയ ആളാണെന്ന് പറഞ്ഞു. അല്ല ഹാഫിദ് ഉസ്താദിന്റെ അടുത്ത് ഉസ്താദ് വന്നിനോ? വന്നിനല്ലേ? ശരിയാ, മാഷാ അല്ലാഹ്. സ്വീകരണം സ്വീകരണം എപ്പോഴായിരുന്നു നൗഷാദ് ഹസൻ ഉസ്താദിന് സ്വീകരണം എപ്പോഴായിരുന്നു? എപ്പോഴാന്ന് ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. ശരി. ആലുവയിൽ വെച്ചിട്ടായിരുന്നു അല്ലേ? എങ്ങനെ ഓർമ്മക്കുറവ്, നിങ്ങൾക്ക് ആദ്യമായിട്ട് ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ്. ആലുവയിൽ വെച്ചിട്ടായിരുന്നു അല്ലേ? ആലുവയിൽ വെച്ചിട്ടതെ. സ്വീകരണം കൊടുത്ത് ഉസ്താദിനോട് ഇന്ന സ്ഥലത്തുനിന്ന് എനിക്ക് ഓർമ്മയില്ല സാറേ. ഇപ്പൊ ഞങ്ങൾ ആലുവയിലുള്ളപ്പോഴാണോ ആലുവയിൽ ഞങ്ങൾ പോയതാണോ എന്നറിയില്ല. ശരിയാ. അപ്പൊ നൗഷാദ് ഹസനി നല്ല ഈ ഇവരെ എതിരായിട്ട് കുറെ പ്രസംഗിക്കുന്നുണ്ട് ഏപ്പിക്കാർക്ക്. അതെ, അപ്പൊ നമ്മൾ നല്ല സപ്പോർട്ടുണ്ട്. എന്താ ചെയ്യാ, ഇല്ല കുറെ സ്വർണത്തിന്റെ മോരിട്ടു, അങ്ങനെ ഇട്ടു, ഇങ്ങനെ ഇട്ടെന്നെല്ലാം പറഞ്ഞു. അപ്പൊ സ്വർണത്തിന്റെ മോതിരം റസൂലുള്ള ഒരു സഹാബിക്ക് കൊടുത്തു. അതിന്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മുമ്പ് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അപ്പോ എന്താണ് മനസ്സിലായില്ലേ? ആ മിമ്പറിൽ പ്രശ്നമുണ്ടാക്കി, ഒരു മിമ്പറിൽ 2 പേര് കയറിയിരുന്ന് പ്രശ്നമുണ്ടാക്കിയ ആളാണ് ഇപ്പൊ ഈ സംസാരിക്കുന്നത്. അതാരാണ്? കുന്നത്തേരി ത്വരീഖത്ത് എന്ന് പറയുന്ന ഒരു കള്ള ത്വരീഖത്തുണ്ട്. ആ ത്വരീഖത്തിന്റെ ആളാണ്. ആ ത്വരീഖത്തുകാര് ഈ നൗഷാദ് ടീമിനെ ആദരിച്ച് ഷാളണിയിച്ചു. എന്തിനു വേണ്ടി? സമസ്ത കേരള ജമിയത്തുൽ ഉലമ അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് അയാൾ പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ? APക്കാരെ ചീത്ത പറയുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നു. അങ്ങനെ സപ്പോർട്ട് കൊടുത്ത് നൗഷാദിനെ ആദരിക്കുകയും ഷാളണിക്കുകയും ചെയ്ത കള്ളത്വരീഖത്തുകാരൻ അവരാണ് അവിടെ പ്രശ്നമുണ്ടാക്കിയത്. സമാധാനത്തോടെ പോകുന്ന ആ നാട്ടിൽ പ്രശ്നമുണ്ടാക്കിയത് ഈ കള്ളത്വരീഖത്തുകാരാണ്. അത് നൗഷാദിനെ സപ്പോർട്ട് ചെയ്യുന്ന, നൗഷാദ് ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഇവന്മാരുടെ കൂട്ടുകക്ഷികളായ കള്ളത്വരീഖത്തുകാരാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവർ തന്നെ ഒരു നാട്ടിൽ പ്രശ്നമുണ്ടാക്കിയിട്ട് അവിടെ നമ്മുടെ മഹത്തായ ജുമുഅ, ഒരു മുസ്ലിമിൻ്റെ അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാക്കീൻ എന്ന് നമ്മൾ പറയാറില്ലേ? പാവങ്ങളുടെ ഹജ്ജാണ് ജുമുഅ. ആ ജുമുഅയിൽ വരെ തർക്കവും പ്രശ്നവും ഉണ്ടാക്കിയിട്ട് അത് ഇവിടെ വന്നിട്ട് അത് സുന്നികളുടെ മേലിൽ ചാർത്തി വെക്കാനുള്ള ഏറ്റവും ഹീനമായ ശ്രമമല്ലേ നൗഷാദ് മൗലവി താങ്കൾ നടത്തിയത്? ഇതൊന്നും ഇവിടെ ഞങ്ങൾക്കാർക്കും അറിയില്ല എന്ന് മനസ്സിലാക്കിയോ?
അതുകൊണ്ട് ഇതുപോലുള്ള വ്യാജങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും പരിഹാസ്യരാകാനാണ് നാണമില്ലാത്ത കൗമേ നിങ്ങളുടെ വിധി എന്നത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഞാൻ ഒന്നും കൂടി പറയട്ടെ. വേറെ കിതാബിലെ ഉദ്ധരണികളൊന്നും പറയാനില്ല. വേറെ ഒന്നും പറയാനില്ലാതിരിക്കുമ്പോൾ മാറ്റർ വേണ്ടേ, സമയം തികക്കണ്ടേ? അതിനു വേണ്ടി എന്തെങ്കിലും കളവുകൾ, അത് ഏത് കളവ് പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. എന്ത് തരം തോന്നിവാസമാണ് ചെയ്യുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, എന്ത് ഒരു ബീരാണ്ടി ത്വരീഖത്ത് എന്ന് പറയുന്ന ഒരു ത്വരീഖത്തുണ്ട്. നിങ്ങൾ ബീരാണ്ടി ത്വരീഖത്ത്, ആ ബീരാണ്ടി ത്വരീഖത്ത് സുബ്ഹാനല്ലാഹ് ഏത് വൃത്തികേട് ചെയ്തിട്ടും അത് ത്വരീഖത്തിൻ്റെ പേരിൽ അങ്ങോട്ട് പറയാം. എന്താണത്? ഒരു മനുഷ്യൻ അയാൾ വിശുദ്ധ ഖുർആനെ നിലത്തിട്ട് ചവിട്ടി, എന്നിട്ട് വാദിക്കുന്നു ഈ ഖുർആനിലുള്ളതിനേക്കാൾ അറിവ് എനിക്കുണ്ട് എന്ന് പറഞ്ഞു പരിശുദ്ധ ഖുർആനിനെ നിന്ദിച്ചവൻ അവനെങ്ങനെയാ മുസ്ലിമാകുന്നത്? അവനെങ്ങനെയാണോ മുസ്ലിമാകുന്നത്? ആ മനുഷ്യൻ, വിശുദ്ധ ഖുർആനിനെ നിന്ദിച്ച മനുഷ്യൻ, അവൻ ഖുർആനിനെ നിന്ദിക്കുന്നത് നേരിൽ കണ്ട ദൃസാക്ഷികളായ ആളുകൾ അവർ നമ്മോട് മണിക്കൂറുകളോളം സംസാരിച്ചു, വിശദമായി പറഞ്ഞു. ഇത് നിഷേധിക്കുന്നു നൗഷാദെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ ദൃസാക്ഷികളെ അടക്കം കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാണ്. യാതൊരു സംശയവും വേണ്ട. മനസ്സിലായല്ലോ? അതുകൊണ്ട് നൗഷാദും ടീം നിഷേധിക്കട്ടെ. വിശുദ്ധ ഖുർആൻ നിലത്തിട്ട് ചവിട്ടിയപ്പോൾ ഇയാളെ കാണാൻ പോയി ആ ചെറുപ്പക്കാരായ 4-5 പേരുണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ നിന്നാണ് ഖുർആൻ അലമാരയിൽ നിന്ന് എടുത്ത് നിലത്തിട്ട് ചവിട്ടി നിൽക്കുന്നു. ഇത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ ഇദ്ദേഹത്തെ ഉന്തി മാറ്റി വിശുദ്ധ ഖുർആൻ എടുത്തു വെച്ചു. അതിൻ്റെ പേരിൽ ആ നാട്ടിൽ നിന്ന്, വാക്കാലൂർ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് അദ്ദേഹത്തെ ആളുകൾ അടിച്ചു പുറത്താക്കി. അവിടുത്തെ മഹല്ല് കമ്മിറ്റി പുറത്താക്കി ഇവനെ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, അവൻ നിസ്കാരമില്ല, ശൈത്വാന്റെ സേവയുമായി നടക്കുന്ന ഈ മനുഷ്യന് നിസ്കാരമില്ല, ജുമഅയില്ല. അങ്ങനെയുള്ള ഈ മനുഷ്യൻ ഒരുപാട് അബദ്ധങ്ങളായ വാദങ്ങൾ കൊണ്ടുവരുന്നു. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്നു മർയമ റസൂലല്ലാഹി വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും വഇന്നൽ ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു മാ ലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ലാ ഇത്തിബാഅൽ ളൻൻ വമാ ഖതലൂഹു യഖീനാ ബർ റഫഅഹു അല്ലാഹു ഇലൈഹി വകാന അല്ലാഹു അസീസൻ ഹകീമാ. സൂറത്തുൻ നിസായിൽ അല്ലാഹു തആല പറഞ്ഞു, എന്താണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആരും കൊന്നിട്ടില്ല. ഈസാ നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല അള്ളാഹുവിങ്കലേക്ക് ഉയർത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പ്രത്യേകിച്ച് സ്ഥാനമില്ലല്ലോ. അപ്പോൾ അള്ളാഹുവിങ്കലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആദരിച്ചുകൊണ്ട് പറയുന്ന പേരാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ബൽ റഫഅഹുല്ലാഹു ഇലസ്സമാഇ ഫീ ശഹ്രി റമളാന ലൈലത്തുൽ ഖദ്രി. അതിൻ്റെ അർത്ഥം അള്ളാഹു ആകാശത്തേക്ക് ഈസാ നബി അലൈഹി സ്വലാമിനെ ഉയർത്തി. അത് റമളാനിലെ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയായിരുന്നു. ലൈലത്തുൽ ഖദ്റിലാണോ അല്ലേ റമളാനിലാണോ ഇല്ലേ എന്നതിൽ തർക്കമുണ്ട്. وقال الضحاك رفعه في يوم عاشوراء بين صلاتي المغرب والعشاء. ആഷുറ ദിവസം ഇശാ മഗ്രിബിന്റെ ഇടയിലാണ് എന്ന് ഇമാം ദുഹാക്ക് തങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഏത് സമയമാണ് ഏത് ദിവസമാണെന്നുള്ളതിൽ അഭിപ്രായമുണ്ടെങ്കിലും ആകാശത്തേക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉയർത്തപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് തർക്കല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. തഫ്സീർ സമർഖന്ദി അത് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഖുർആന്റെ മേലെ ചവിട്ടി നിന്നു എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആകാശാരോഹണത്തെ നിഷേധിക്കുന്ന വ്യക്തിയാണ്. അതിനെ നിഷേധിക്കുന്നു. അങ്ങനെ ധാരാളം അബദ്ധങ്ങളായ വാദങ്ങൾ എഴുന്നള്ളിച്ച മനുഷ്യൻ, ആ ജാഹിലായ ആ മനുഷ്യൻ്റെ സമീപത്തേക്ക് പോകുന്നവരാണ് ഈ കുരുവട്ടൂരികൾ. അല്ലേ? ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള കാര്യമായി പറഞ്ഞേക്കലാണ് ഇയാളടുത്തേക്ക്. അതിനർത്ഥം ഇയാളെ അവർ അംഗീകരിക്കുകയും ഇവരുടെ മജ്‌ലിസുകളിൽ പോവുകയും അവിടെ പോയി ഇരിക്കലും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആലിമീങ്ങൾ എടുത്തു പറഞ്ഞത്.
ഈ തരത്തിൽ ഫാസിഖായ മനുഷ്യൻ, വിശുദ്ധ ഖുർആനിനെ നിന്ദിക്കുന്നവൻ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നസ്വൻ പറഞ്ഞതിനെ നിഷേധിക്കുന്നവൻ, അങ്ങനെയുള്ള ഒരു ഫാസിഖായവൻ അവൻ്റെ അടുത്തേക്ക് പോവുകയും അവനെ അംഗീകരിക്കുകയും അവൻ്റെ ആശയങ്ങളെ നെഞ്ചോട് ചേർക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. അതാണ് നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞത്. ജുമഅക്ക് പോകാതെ ആ സമയത്ത് വീട്ടിൽ മൗലിദ് എന്ന് പറഞ്ഞ് ആളുകളൊക്കെ ജുമഅയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവരിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വയറും വീർപ്പിച്ച് ഈ കുരുവട്ടൂരികൾ അടക്കമുള്ള ടീം ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആ നാട്ടുകാർ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തില്ലേ? അല്ലേ മൗലവി, പമ്പയസ് മൗലവി അടക്കമുള്ളവർ പറയണ്ടേ? അല്ലേ? നിഷേധിക്കാൻ കഴിയോ? അപ്പോ അവിടെ നിന്ന് ചോദ്യം ചെയ്തു. നിങ്ങളെ ചോദ്യം ചെയ്തില്ലേ? അങ്ങനെ നിങ്ങൾ അവിടെ നിന്ന് ഓടിപ്പോയതല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ നിഷേധിക്കട്ടെ മൗലവിമാര്. എങ്കിൽ ആ ദൃസാക്ഷികളായ ആളുകൾ, നിങ്ങളെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തവർ, വിശുദ്ധ ഖുർആൻ ചവിട്ടി നിൽക്കുന്നത് കണ്ട് നിങ്ങളെ തള്ളി മാറ്റി ഞങ്ങളുടെ വിശുദ്ധ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത മുഅ്മിനീങ്ങൾ, അവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് തമ്മാടിത്തം ചെയ്താലും അതൊക്കെ ഞങ്ങൾ ത്വരീഖത്തിൻ്റെ പേരിലാണെന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിനെ പോലും നിന്ദിക്കുന്ന, അതേ കാഫിറായ മനുഷ്യർ പോലും ചെയ്യാൻ ഭയപ്പെടുന്ന കാര്യം ഇവിടെ ചെയ്തു പോയ ഏറ്റവും അശ്ലീലം നിറഞ്ഞ പ്രവർത്തനം നടത്തിയവർ, വൃത്തികെട്ട പ്രവർത്തനം നടത്തിയവർ, വിശുദ്ധ ഖുർആനിനെ പോലും നിന്ദിച്ചവർ, അവരല്ലേ മൗലവിമാരെ നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും എന്ന് പറയുന്നത്? അല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈമാൻ ലവലേശമെങ്കിലും ഉള്ളവർ അത്തരത്തിലുള്ള കള്ളത്വരീഖത്തിലേക്ക് പോകുകയും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നത് സൂക്ഷിക്കണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞു, അങ്ങനെ വിശുദ്ധ ഖുർആനിനെ പോലും അവഹേളിക്കുന്ന ഈ കക്ഷികളുടെ സമീപത്തേക്ക് പോകുന്നവരാണിവർ, അവരെ അംഗീകരിക്കുന്നവരാണിവർ എന്ന് പറഞ്ഞപ്പോൾ നൗഷാദ് അതിനെ നിഷേധിക്കുകയാണ്. എന്താ അതിൻ്റെ തെളിവ്? പറഞ്ഞാൽ പോരാ, തെളിവെവിടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതേ ശ്വാസത്തിൽ, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കണം, അതേ ശ്വാസത്തിൽ പിന്നെ നൗഷാദ് പറയാണ്, അത് ഞങ്ങൾ നിങ്ങളെ പേടിച്ച് പോയതൊന്നുമല്ല, ഞങ്ങളെ മശായിഖന്മാർ പറഞ്ഞിട്ട് പോയതാണ്. അപ്പം അതേനല്ല ചങ്ങായി ഞങ്ങൾ പറഞ്ഞത്? കേൾക്കുക നിങ്ങൾ. ദലീലെവിടെ? ഞങ്ങൾ പങ്കെടുത്തതിന്റെ തെളിവ് കൊണ്ടുവാ, ഞങ്ങൾ പറഞ്ഞതിന്റെ രേഖ കൊണ്ടുവാ. അതിനൊന്നും ഒരാൺകുട്ടി ജനിച്ചിട്ടില്ല. നിങ്ങളെ പേടിച്ചു പോകുന്നതുമല്ല, ഞങ്ങളെ മശായിഖന്മാരെ നിർദ്ദേശ അതിൽ പോകുന്നതാണ്. കണ്ടില്ലേ? എന്താണ് ഞങ്ങൾ പങ്കെടുത്തതിൻ്റെ രേഖ കൊണ്ടുപോകാന്ന് ആദ്യം ചോദിക്കുന്നത്. അഥവാ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല, പങ്കെടുത്തു എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, അതിൻ്റെ രേഖ തരൂ എന്നാ ഇയാൾ ചോദിക്കുന്നത്. ഉടനെ തന്നെ ഇയാൾ എന്നെ പറയാണ്, ഞങ്ങൾ പോയിട്ടുണ്ട്, അത് മശായിഖന്മാർ പറഞ്ഞിട്ട് പോയതാണ്. അപ്പം അതിനല്ലേ ചങ്ങായി ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ പോയിട്ടുണ്ട് എന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്, പിന്നെന്തിനാ രേഖ? അപ്പം ഇവർക്കാകെ ബുദ്ധി മറിഞ്ഞിട്ടുണ്ട്. എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് പറയേണ്ടത് എന്ന് പോലും അറിയാത്ത വിധത്തിൽ അധപ്പതിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് നിഷേധിക്കൂ. നമ്മൾ ദൃസാക്ഷികളെ അടക്കം ഇവിടെ വ്യക്തമായിട്ട് അവർ നമ്മളോട് മണിക്കൂറുകളോളം സംസാരിച്ച ഫോൺ കോൾ റെക്കോർഡ് ഇവിടെയുണ്ട്. അതൊക്കെ ആവശ്യമെങ്കിൽ നിഷേധിക്കുന്ന പക്ഷം നമുക്കതൊക്കെ കാണിക്കണം, കേൾപ്പിക്കണം ഇൻഷാ അല്ലാഹ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങൾ സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങൾ എക്കാലവും പറഞ്ഞിട്ടുണ്ട്. അത് ഏത് കാലവും പറയുകയും ചെയ്യും. അത് ഏതെങ്കിലും പുരോഗമനവാദികളോ അതുപോലെ ദീനീ വിരോധികളോ അല്ലെങ്കിൽ യുക്തിവാദികളോ അതിനെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ട് ഇവിടത്തെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നെഞ്ചൂക്കോടെ ദീനിന്റെ നിയമം പറയുന്നതിൽ നിന്നും മാറി നിൽക്കുമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഞങ്ങൾക്ക് അഭിമാനമാണ്. മുസ്ലിമീങ്ങളായി എന്നത് ഞങ്ങൾക്ക് അഭിമാനമാണ്. ഇസ്ലാമിൻ്റെ ഓരോരോ നിയമങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുന്നതും അത് പ്രാക്ടീസ് ചെയ്യുന്നതും ഞങ്ങൾക്ക് അഭിമാനമാണെന്ന് ഇവിടെയുള്ള സകല പുരോഗമനവാദികളെയും ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. കമാൽ പാഷയോട് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ദീനീ നിയമം പറയുന്നത് അത് നാണക്കേടാണെന്ന് കമാൽ പാഷയ്ക്ക് തോന്നുന്നുവെങ്കിൽ കമാൽ പാഷയുടെ വഴിയിൽ പോകാം. എന്നാൽ ഇവിടെയുള്ള പണ്ഡിതന്മാരെ സ്വീകരിക്കുന്ന വിശ്വാസികളായ ലക്ഷക്കണക്കിന് അനുയായികളുണ്ട് ഇവിടെ.
അവരോടാണ് പണ്ഡിതന്മാർ ദീനിന്റെ നിയമം പറയുന്നത്. അത് എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ത്യൻ ഭരണഘടനക്കുള്ളിൽ നിന്ന് ഭരണഘടന ഞങ്ങൾക്ക് നൽകുന്ന മൗലികമായ അവകാശമാണ് ഏത് പൗരനും ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അനുയായികളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം വിനിയോഗിക്കുന്നതിൽ ഏതെങ്കിലും പുരോഗമനവാദികളുടെ തിട്ടൂരം വേണ്ടതില്ല എന്ന് എല്ലാവരും ഓർത്തുവെക്കുന്നത് നല്ലതാണ്. CPIന്റെ സെക്രട്ടറിയായ ഗോവിന്ദൻ, അദ്ദേഹം CPIന്റെ കാര്യം നോക്കുക, മതത്തിൻ്റെ കാര്യം നോക്കാൻ പണ്ഡിതന്മാരിവിടെയുണ്ട്. അവർ കൃത്യമായിട്ടത് പറയുകയും ചെയ്യും. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ദീനിൽ ഇസ്ലാമിൻ്റെ നിയമം പറഞ്ഞതിൻ്റെ പേരിൽ ഇവിടെ നാക്കിട്ടടിച്ച ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ CPIM-ന്റെ തിരുവനന്തപുരം ജില്ലയിലെ ഏരിയ സെക്രട്ടറിമാർ എന്ന് പറഞ്ഞിട്ട് നോക്കൂ നിങ്ങൾ, ഫോട്ടോ വരുന്നു. ആ ഫോട്ടോയിൽ കാണുന്നു ഒരൊറ്റ പെണ്ണില്ല, ഒരൊറ്റ സ്ത്രീയില്ല. ഇനി നോക്കൂ നിങ്ങൾ, കണ്ണൂർ ജില്ലയിൽ 21-ാം തീയതി ഇന്നലെ നടന്നതാണ്. അതിൽ ഒറ്റ പെണ്ണില്ല. ഇനിയോ ഇവരുടെ മലപ്പുറം ജില്ലയിൽ ഏരിയ സെക്രട്ടറിമാർ നിലവിൽ വന്നപ്പോൾ ഒറ്റ പെണ്ണിനെ കാണാനില്ല. ഇനിയോ കോഴിക്കോട് ജില്ലയിലെ ഏരിയ സെക്രട്ടറിമാർ, അവിടെയും പെണ്ണില്ല. തിരുവനന്തപുരത്തില്ല, കോഴിക്കോടില്ല, മലപ്പുറത്തില്ല, കണ്ണൂരില്ല. എന്തേ ഗോവിന്ദ, താങ്കളുടെ പാർട്ടിയിൽ എന്തുകൊണ്ട് സ്ത്രീ പ്രാതിനിധ്യമില്ല? അവിടെ എന്തേ സ്ത്രീ പുരുഷ സമത്വം വേണ്ടേ? അപ്പം ഇത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ളവരല്ലേ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുമായിട്ട് നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് പോയാൽ പോരെ? പണ്ഡിതന്മാർ ദീന് പറയുമ്പോൾ ആ ദീനിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ഒരു രാഷ്ട്രീയക്കാരനും വരേണ്ടതില്ല, ഒരു പുരോഗമനവാദിയും വരേണ്ടതില്ല, ഒരു കമാൽ പാഷയും വരേണ്ടതില്ല. മതത്തിൻ്റെ നിയമം കൃത്യതയോടെ വ്യക്തതയോടെ മതം പഠിച്ച പണ്ഡിതന്മാർ പ്രാമാണികമായി പറയും. ആ പണ്ഡിതന്മാരുടെ വാക്ക് അനുസരിക്കുന്ന ലക്ഷക്കണക്കായ വിശ്വാസികൾ ഇവിടെയുണ്ട്, കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, ലോകാടിസ്ഥാനത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പുരോഗമനം പറഞ്ഞു വരുന്നവർ ഇസ്ലാമിൻ്റെ നിയമം പറയുമ്പോൾ അതിൻ്റെ യുക്തി എന്താണെന്ന് ചോദിച്ചു വരുന്നവരുണ്ട്. ഞാൻ അവരോട് ചോദിക്കട്ടെ, ഇവിടെ ഒരു മനുഷ്യൻ വിവസ്ത്രനായി നടന്നാൽ അത് നിങ്ങൾ അംഗീകരിക്കുമോ എന്ന് ഈ വിഷയം ചാനൽ ചർച്ച നടക്കുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രതിനിധി ചോദിച്ചു. അപ്പോൾ ആ അവതാരക പറഞ്ഞത് ഞാനത് അംഗീകരിക്കുന്നില്ല. എങ്കിൽ ആ അവതാരകയോട് ചോദിക്കട്ടെ, വിവസ്ത്രരായി നടക്കുന്നതിൽ എന്ത് അയുക്തിയാണ് താങ്കൾക്ക് തോന്നിയത്? ഇവിടെ അല്പവസ്ത്രം ധരിക്കുന്നത് ഫാഷനായിട്ട് അംഗീകരിക്കുകയും ആഘോഷിക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്യുന്നവരല്ലേ നിങ്ങൾ? സ്ത്രീകൾ അല്പവസ്ത്രം ധരിക്കുന്നത് മോഡേണിസമായിട്ട് അത് പുരോഗമനമായിട്ട് പറയുന്ന നിങ്ങൾക്കെന്തേ വിവസ്ത്രമായിട്ട് നടക്കുന്നത് പുരോഗമനമല്ലാതെയായി പോകുന്നത്? ശരീരം മുഴുവൻ മറക്കുന്നത് പ്രാകൃതം, എന്നാലോ അല്പവസ്ത്രം ധരിക്കുന്നത് പുരോഗമനം. എന്നാൽ അതിനേക്കാൾ ഒന്നും കൂടി അഡ്വാൻസായ പുരോഗമനമാകണ്ടേ മുഴുവൻ വസ്ത്രവും വലിച്ചൂരിയത്? അല്ലേ? ശരീരത്തിൻ്റെ 90% പുറത്ത് കാണിച്ച് ചെറിയ ഒരു ശതമാനം മറക്കുന്നത് ഫാഷനാണെങ്കിൽ, പുരോഗമനമാണെങ്കിൽ ആ 10% കൂടി ഒഴിവാക്കുന്നത് എങ്ങനെയാണ് പ്രാകൃതമാകുന്നത്? അതിലെ യുക്തി എന്താണ്? അതിലെ യുക്തി എവിടെയാണ്? അതുകൊണ്ടാണ് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഒരു കാര്യം നിങ്ങൾ പുരോഗമനമാണ് ചിന്തിക്കുമ്പോൾ അതേ യുക്തി തന്നെ മറ്റുള്ളവരും അംഗീകരിക്കണമെന്ന് പറയുന്നത് അത് യുക്തിരാഹിത്യമല്ലേ? നിങ്ങൾ പറയുന്ന യുക്തി തന്നെ മറ്റുള്ളവരും അംഗീകരിക്കണം എന്ന് പറയുന്നത് യുക്തിയല്ല. ഓരോരുത്തരും അവരുടേതായ യുക്തിക്കനുസരിച്ച് ജീവിക്കുമ്പോൾ ആ യുക്തി അംഗീകരിക്കാനുള്ള വിശാലമായ കാഴ്ചപ്പാട് താങ്കൾക്ക് വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഓരോ മനുഷ്യരും അവരുടെ യുക്തിക്കനുസരിച്ച് തീരുമാനിക്കുന്നതല്ല തെറ്റും ശരിയും തീരുമാനിക്കണമെങ്കിൽ മനുഷ്യന് മുകളിലുള്ള ഒരു സൂപ്പർ പവർ വേണം. ആ സൂപ്പർ പവറാണ് പ്രപഞ്ചാധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അവനാണ് തീരുമാനിക്കേണ്ടത് ഏതാണ് ശരി, ഏതാണ് തെറ്റ്. ആ പ്രപഞ്ചാധിപന്റെ തീരുമാനങ്ങളും നിയമങ്ങളുമാണ് വിശുദ്ധ ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത്. അതാണ് മുസ്ലിമീങ്ങളായ ഞങ്ങൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ജീവിതത്തിൽ പുലർത്തിപ്പോരുകയും ചെയ്യുന്നത്. അത് അഭിമാനത്തോടെ ഞങ്ങൾ പുലർത്തിപ്പോരുമ്പോൾ ഞങ്ങളോട്, വിശ്വാസികളോട് ഞങ്ങളെ പണ്ഡിതന്മാർ പറയുമ്പോൾ അതിൽ നിങ്ങൾ എന്തിനാ അസഹിഷ്ണുത കാണിക്കുന്നത്? അത് ജനാധിപത്യ വിരുദ്ധമല്ലേ?
സ്ത്രീകൾക്ക് സ്ത്രീ പുരുഷനുമായി സങ്കലനം ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുവാനും പറയാനും നിങ്ങൾക്ക് അവകാശമുണ്ടെങ്കിൽ സ്ത്രീ പുരുഷ സങ്കലനം പാടില്ലെന്ന് പറയാനുള്ള അവകാശം മതപണ്ഡിതന്മാർക്ക് വകവെച്ചു കൊടുക്കണ്ടേ? മതപണ്ഡിതന്മാർ അവരുടെ നയങ്ങളും തീരുമാനങ്ങളും പറയാൻ പാടില്ല, അവർ ഞങ്ങൾ പറയുന്നത് തന്നെ പറയണം എന്ന് പറയുന്നത് ജനാധിപത്യമല്ലല്ലോ, അത് സ്വച്ഛാധിപത്യമല്ലേ? അതുകൊണ്ട് ഇവിടെയുള്ള സർവ്വ പുരോഗമനക്കാരോടും യുക്തിവാദികളോടും മതവിരോധികളോടും കമാൽ പാഷമാരോടും നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ജനാധിപത്യ ബോധമുള്ളവരായി മാറണമെന്നാണ്. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ? ഇത് വെച്ചുകൊണ്ട് കർമ്മശാസ്ത്രത്തിൽ ഇസ്ലാമിക നിയമം, ആ ഇസ്ലാമിക നിയമം ഇസ്ലാമിക പണ്ഡിതന്മാർ മുൻകാലങ്ങളിൽ കൃത്യമായിട്ട് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കി അവരെഴുതി വെച്ച നിയമം ഇന്നത്തെ പണ്ഡിതന്മാരെടുത്ത് പറയുമ്പോൾ അതിനെ ഇവിടുത്തെ പുരോഗമനവാദികളും അതുപോലെ തന്നെ കപടന്മാരായ പുരോഗമനവാദികളും യുക്തിവാദികളുമൊക്കെ അതിനെ പരിഹസിക്കുന്നത് കാണുമ്പോൾ ഇവിടെയുള്ള കള്ളത്തൊരീഖത്തുകാർ ഇളകുന്നുണ്ട്. എന്തിനാ അവരിളകുന്നത്? ഇപ്പൊ കണ്ടില്ലേ എന്താണ്? യുക്തിവാദികൾ പരിഹസിക്കുന്നു, അതുപോലെ തന്നെ നിരീശ്വരവാദികൾ പരിഹസിക്കുന്നു. ഇത് തന്നെയല്ലേ നിങ്ങളും ചെയ്തിരുന്നത്? ഞങ്ങൾ കറാമത്ത് എന്ന് പറഞ്ഞിട്ട് കുറെ കളവുകൾ പറഞ്ഞപ്പോ അതിനെ നിങ്ങളും എതിർത്തിരുന്നില്ലേ എന്ന് പറഞ്ഞ് കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ വരുന്ന മുഴുവൻ കള്ളത്തൊരീഖത്തുകാരോടും ഞങ്ങൾ പറയുന്നു, അത് നടക്കാൻ പോകുന്നില്ല. കറാമത്തിനെ ഇവിടെ ആരും നിഷേധിച്ചിട്ടില്ല, അതുപോലെ മഹാന്മാരുടെ കഴിവിനെ ഒരാളും നിഷേധിച്ചിട്ടില്ല. അതേ സമയത്ത് നിങ്ങളുടെ കള്ളത്തരത്തെയാണ് ഞങ്ങൾ പിടികൂടിയിട്ടുള്ളത്. മഹാന്മാരായ ഔലിയാക്കളുടെ പേരിൽ ഔലിയാക്കളുടെ സ്ഥാനത്തിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത കുറെ കളവുകൾ പടച്ചുണ്ടാക്കി ഇതൊക്കെ കറാമത്താണെന്ന പേരിൽ ചെലവാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇവിടെയുള്ള പണ്ഡിതന്മാരതിനെ നേരിട്ടിട്ടുള്ളത്. അത് ഇൻഷാ അല്ലാഹ് ഇനിയും തുടരും. അതുകൊണ്ട് തന്നെ ഇവിടെ യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും മതവിരോധികളെയും ആദർശപരമായി ഞങ്ങൾ നേരിടുന്നത് പോലെ കള്ളത്തൊരീഖത്തുകാരെയും സർവപുത്തൻവാദികളെയും ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് ഇവിടെയുള്ള എല്ലാ വാദികളും നന്നായി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയം അത് പരിഷ്കരിക്കേണ്ടതില്ല, ദീനിൻ്റെ ആശയം അത് പരിഷ്കരിക്കേണ്ടതില്ല. അത് അള്ളാഹുവിൻ്റെ ദീനാണ്, അവനത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ, ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലുള്ള നിയമമാണ് ഇസ്ലാമിൻ്റെ നിയമം. അതൊരിക്കലും പരിഷ്കരിക്കേണ്ടതില്ല. അത് പരിഷ്കരിക്കപ്പെടണമെന്ന് ഇസ്ലാമിനെ കുറിച്ച് വിവരമില്ലാത്ത കമാൽ പാഷമാർ പറയുന്നുണ്ടെങ്കിൽ അവർ ദീന് പഠിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കമാൽ പാഷയെപ്പോലുള്ള ആളുകൾ ഇത്ര തരം താഴാൻ പാടില്ലായിരുന്നു. ജനാധിപത്യ രാഷ്ട്രത്തിൽ കൃത്യമായ മൗലികമായ അവകാശം ഒരുപറ്റം പണ്ഡിതന്മാർ പ്രയോഗിച്ചതിൻ്റെ പേരിൽ അവരെ കടൽ കിഴവന്മാരെന്ന പോലുള്ള അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് പരിഹസിക്കുകയും അവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്നത് സംസ്കാരമുള്ള മനുഷ്യർക്ക് ചേർന്നതല്ല എന്ന് കമാൽ പാഷയെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ഗോവിന്ദനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയവുമായിട്ട് പോകാം, ഞങ്ങളുടെ മതത്തിൽ മതനിയമത്തിൽ കൈകടത്താൻ ഒരാളും കയറി വരേണ്ടതില്ല. അത് പറയുന്നതിൽ ഞങ്ങളെ പണ്ഡിതന്മാർക്കൊരു മടിയുമില്ല എന്ന് വ്യക്തമായി ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.